ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് രണ്ട് വെള്ള കളറിലുള്ള കറികളുടെ റെസിപ്പിയാണ്. രണ്ടും കളറ് വെള്ളയാണെങ്കിലും രണ്ടും രണ്ട് തരം ടേസ്റ്റിലുള്ള കറികളാണ്. ഓണം സ്പെഷ്യൽ റെസിപ്പീസാണ്. നല്ല കുറുകിയ നല്ല എരിവുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയും നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഓണമൊക്കെ വരില്ലേ, അപ്പോൾ ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ട് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. കിഡിലെ റെസിപ്പീസാണ് കേട്ടോ. ഇവിടെ മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല രണ്ട് കറികളാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇതിൽ ഓലൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എരിവുള്ള നല്ല കുറുകിയ ഒരു ഓലൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും റെസിപ്പീസൊക്കെ, അറിയാത്തവർക്കും തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഓലൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓലൻ ഉണ്ടാക്കാനായിട്ട് ഇളവനാണ് വേണ്ടത്. അധികം മൂക്കാത്ത കുമ്പളങ്ങില്ലേ, അതിനാണ് ഞങ്ങളുടെ ഇവിടെ ഇളവൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇതുപോലെ എടുത്തിട്ട് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് വേവിച്ച പയറാണ്. പയർ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചേക്കാണ്. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു വിസിൽ കൊടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്, രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. മൺചട്ടി സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി അതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഈ കറി ഒരുപാട് വെള്ളത്തോടെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് എത്രത്തോളം വേണം നോക്കിയിട്ട് അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് വേവിച്ചെടുക്കാനുണ്ട്. പയറിൻ്റെ അളവാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് ചേർത്തിട്ടില്ല, എന്നാൽ അത്യാവശ്യം വേണ്ടത് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ മൂടി ഇടയിലൊന്ന് തുറന്ന് കൊടുത്തിട്ട് നമ്മൾ നോക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ മൂടി തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് വെള്ളത്തോടെ ആയിക്കഴിഞ്ഞാൽ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളം മുഴുവൻ ഏകദേശം വറ്റിയെന്ന് തോന്നുന്ന സമയത്ത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇതിൽ ചേർത്തിട്ടുള്ള കുമ്പളങ്ങയും പയറും ഈ പാലും ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചൊന്ന് കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൺചട്ടിയിലായതിനെ കൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ മൺചട്ടിയിൽ ഇരുന്നിട്ട് ഒരുപാട് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒന്നാകെ പിരിഞ്ഞു പോവും. അപ്പോൾ ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഒന്നാം പാൽ നല്ലപോലെ ഒന്നങ്ങ് ചൂടായി കിട്ടിക്കോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓലൻ ഇവിടെ ഒരു 1/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓലൻ വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് അങ്ങ് ലൂസായി പോവാതിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം എരിവോട് കൂടിയും ഉണ്ടാക്കണേ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഈ ലാസ്റ്റ് ചേർക്കുന്ന ഈ പച്ചമുളകും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണോ ഉണ്ടാക്കാറുള്ളത്, അതോ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോവില്ലേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോവില്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പച്ചടിയുടെ റെസിപ്പി നോക്കാം. മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 300 ഗ്രാമോളം കുമ്പളങ്ങ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളരിക്ക വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുമ്പളങ്ങ വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുകയോ ചെയ്യരുത്. കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഈ കറി ലൂസായി പോകും. അപ്പോൾ എപ്പോഴും നോക്കിയിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയിലൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ വെള്ളം എത്രോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മൂടി ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുക. ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 പിടിയോളം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചീനമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരും. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അത് അരച്ചുകൊണ്ട് വന്ന സമയം കൊണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം കേട്ടോ. തേങ്ങ അങ്ങനെ ഒരുപാട് അങ്ങ് വെന്തതായി പോവരുത്. അരച്ചെടുക്കുന്ന സമയത്തും ഒരുപാട് വെള്ളത്തോട് അരച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. കാരണം ഇതിലേക്ക് നമുക്ക് ഇനി തൈര് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ മിക്സർ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ തന്നെ കുറച്ച് വെക്കണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇളക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം മാത്രം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ലെവലിലുള്ള പുളിയുള്ള തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പുളിക്കനുസരിച്ച് എത്രത്തോളം വേണം നോക്കിയിട്ട്, അതുപോലെ ഇതിൽ എത്രത്തോളം ഇനി ഒഴിച്ചാലാണ് ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുക എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓവറായിട്ട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയല്ലേ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പച്ചമുളക് ആ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു എരിവും ഉണ്ടായിരിക്കും. അതുപോലെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. സദ്യകളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് പച്ചടിയും ഓലനൊക്കെ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഓണത്തിന് ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ 2 കറികളാണെങ്കിലും കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അറിയാത്തവർക്കും ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല 2 റെസിപ്പീസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.